ഫ്രണ്ട്സ്, നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് വോക്സ്വാഗൻ്റെ വെൻഡോ ആണ്. അപ്പോൾ ഇതിൻ്റെ കംപ്ലൈൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഹമ്പൊക്കെ ചാടി ഇറങ്ങുന്ന സമയത്ത് ബാക്കിൽ നിന്ന് ഒരു ഇടുപ്പ് ഫീലിംഗ്, അതായത് ടക്ക് ടക്ക് എന്നുള്ളൊരു ഇടുപ്പ് ഫീലിംഗ് കിട്ടുന്നുണ്ട്. അത് ലെഫ്റ്റും കിട്ടുന്നുണ്ട്, റൈറ്റും കിട്ടുന്നുണ്ട്. രണ്ട് സൈഡിലും ഒരേ നല്ല പോലെ ഇടുപ്പ്, അതായത് ഹമ്പ് നമ്മൾ കയറിയിട്ട് ഇറങ്ങുന്ന സമയത്ത്, ഹമ്പ് കയറി ഇറങ്ങുന്ന സമയത്ത് ടക്ക് എന്നുള്ളൊരു ഫീൽ കിട്ടുന്നുണ്ട്. അപ്പോൾ ബാക്ക് സൈഡിൽ നിന്നാണ് കേൾക്കുന്നത്. അപ്പോൾ അതിൻ്റെ കംപ്ലൈൻറ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ബാക്ക് രണ്ട് സൈഡ് വീലും അഴിച്ചു വെച്ചിട്ടുണ്ട്. നമ്മൾ കുറ്റിയിൽ നിർത്തിയൊക്കെയാണ്, വീലും അഴിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഷോക്കിൻ്റെ കണ്ടീഷൻ നമുക്ക് നോക്കണം. ഓൾറെഡി ഷോക്ക് പോയതായിട്ടാണ് തോന്നുന്നത്. അപ്പോൾ നമ്മൾ ഓൾറെഡി ഷോക്കിൻ്റെ ബോൾട്ടുകളൊക്കെ ലൂസ് ചെയ്ത് വെച്ചിട്ടുണ്ട് അഴിച്ചെടുക്കാനായിട്ട്. ഷോക്ക് അഴിച്ചെടുക്കാനായിട്ട് മൗണ്ടിങ്ങിൽ 2 ബോൾട്ട് വരുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ താഴെ ഒരു ബോൾട്ട് വരുന്നുണ്ട്, ഒറ്റ ബോൾട്ട്. ഓക്കെ, അപ്പോൾ കുറ്റിയിൽ നിർത്തിയിട്ട് ഇവിടെ ജാക്ക് കൊടുത്തിട്ട് നമുക്ക് പെതുക്കെ അത് അഴിച്ചെടുക്കണം. അപ്പോൾ അത് അഴിച്ചെടുക്കാനായിട്ട് ഈ 2 ബോൾട്ട് അഴിച്ചെടുക്കുക, അതുപോലെ തന്നെ താഴത്തെ ബോൾട്ട് അഴിച്ചെടുക്കുക. ഓക്കെ, എന്തായാലും നമുക്ക് ഷോക്ക് പുറത്തെടുത്തിട്ട് അതിൻ്റെ കണ്ടീഷൻ എങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പോൾ ഈ വണ്ടിയുടെ കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബാക്കിൽ നിന്ന് ഒരു ഇടുപ്പ് ഫീലിംഗ്, ടക്ക് ടക്ക് എന്നുള്ളൊരു ഫീല്, ഹമ്പ് കയറി ഇറങ്ങുമ്പോഴാണ് ഏറ്റവും കൂടുതലായിട്ട് ഫീൽ കിട്ടുന്നത്. വലിയ കട്ടറിലൊക്കെ കയറുമ്പോൾ ആ ഒരു സൗണ്ട് ടക്ക് ടക്കെന്ന് കേൾക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിൻ്റെ ഷോക്ക് അഴിച്ചെടുക്കാം. നമ്മളിപ്പോൾ ഷോക്ക് അഴിച്ചെടുത്തിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഷോക്ക്. അപ്പോൾ ഇതിൻ്റെ ആക്ഷൻ നമ്മൾ നോക്കുന്ന സമയത്ത് ഫ്രീ ആയിട്ട് താഴോട്ട് പോവാണ്, അതുപോലെ തന്നെ റിട്ടേൺ വരുന്നുമില്ല. അതുപോലെ ഈ ഒരു സ്റ്റോപ്പർ ഇടിച്ച് പോകാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത്, ഈ ഷോക്ക് പോയിട്ട് ഇടിച്ചിട്ടാണ് ഈ ഒരു മൗണ്ടിങ് അല്ല, ഈ ഒരു സ്റ്റോപ്പർ പൊട്ടിപ്പോയത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ സ്റ്റോപ്പർ മാറണം, അതുപോലെ തന്നെ ഇതിൻ്റെ മൗണ്ടിങ്ങും മാറണം. കാരണം മൗണ്ടിങ്ങിനും പ്ലേ ഉണ്ട്, ഇതിനുള്ളിലായിട്ട് പ്ലേ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ മൗണ്ടിങ്ങും മാറണം, അതുപോലെ തന്നെ ഷോക്ക് മാറണം, ഷോക്കിൻ്റെ കിറ്റും മാറണം. അപ്പോൾ ഓക്കെ, അപ്പോൾ ഷോക്കിൻ്റെ കണ്ടീഷൻ എന്ന് പറയുന്നത്, നമ്മൾ താക്കുന്ന സമയത്ത് ഫ്രീ ആയിട്ട് താഴോട്ട് പോവുക. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ആക്ഷൻ. അതായത് നമ്മൾ കട്ടറിൽ കയറുന്ന സമയത്ത്, ബാക്കിൽ ആക്ഷൻ വരുന്ന സമയത്ത് ഇത് ഫ്രീ ആയിട്ട് താഴോട്ട് പോയിട്ട് മുകളിൽ വന്നിട്ട് തട്ടും. അതായത് വീല് താഴുന്ന സമയത്ത് ഇത് പെട്ടെന്ന് താഴോട്ട് പോകും, ആക്ഷൻ കിട്ടാണ്ട് പെട്ടെന്ന് തന്നെ മുകളിലോട്ട് പോയിട്ട് ഷോക്ക് തട്ടും. അതാണ് ഈ ടക്ക് 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 എന്നുള്ള ഒരു സൗണ്ട്, ടക്ക് ടക്ക് എന്നുള്ള ഒരു മുഴക്കം പോലുള്ള ഒരു സൗണ്ടാണ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിതിൻ്റെ ഷോക്ക് മാറേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ മൗണ്ടിങ്ങും കിറ്റും കാര്യങ്ങളും എല്ലാം മാറണം. ഓക്കെ, ഇതാണ് ഇതിൻ്റെ കംപ്ലൈൻറ്റ്. അപ്പോൾ എന്തായാലും നമുക്ക് പുതിയ ഷോക്ക് ഫിറ്റ് ചെയ്യാം. നമ്മുടെ പുതിയ ഷോക്ക്, അപ്പോൾ ഇത് നമുക്ക് ഫിറ്റ് ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ ആക്ഷൻ നമുക്കൊന്ന് നോക്കാം. താഴോട്ട് നല്ല ഹാർഡായിരിക്കും, അതുപോലെ തന്നെ മുകളിലോട്ട് റിട്ടേൺ ഇത് വരുന്നതുകൊണ്ട്. ഓക്കെ, അപ്പോൾ താഴോട്ട് നല്ല ഹാർഡാണ്, അതുപോലെ തന്നെ മുകളിലോട്ട് റിട്ടേൺ വരുന്നതുകൊണ്ട്. അപ്പോൾ ഇത് കട്ടർ വീഴുന്ന സമയത്ത് ഷോക്കിനെ ഇത് അബ്സോർബ് കറക്റ്റായിട്ട് തന്നെ ചെയ്യും, സൗണ്ടും കാര്യങ്ങളൊന്നും കേൾക്കില്ല. അപ്പോൾ നമ്മൾ ഷോക്ക്, അതിൻ്റെ ഡസ്റ്റ് ബൂട്ട്, അതുപോലെ തന്നെ അതിൻ്റെ സ്റ്റോപ്പർ ബുഷ്, ഇത് മൗണ്ടിങ്, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഇത് മാറണം. അപ്പോൾ പഴയ ഷോക്ക് നമ്മൾ ശരിക്കും ഒരു ആക്ഷനും ഇല്ല, അതായത് പഴയ ഷോക്ക് നമ്മൾ വെക്കുന്ന സമയത്ത് ഫ്രീ ആയിട്ടാണ് അകത്തോട്ട് പോകുന്നത്, ഒരു ആക്ഷനും ഇതിന് ഇല്ല. ഓക്കെ, അപ്പോൾ പുതിയ ഷോക്കിൻ്റെ ആക്ഷൻ നമ്മൾ കണ്ടതാണ്. ഇതേപോലെ ടൈറ്റ് ആയിരിക്കണം ഷോക്ക്, എന്നാൽ ഓവർ ടൈറ്റ് ആവാനും പാടില്ല, എന്നാൽ ടൈറ്റ് വരികയും വേണം. അപ്പോൾ ഇത് നമുക്ക് സെറ്റ് ചെയ്യാം. സെറ്റ് ചെയ്യാനായിട്ട് വെറും സിമ്പിളാണ്. ഓക്കെ, കയറ്റിയിടുക, ജസ്റ്റ് സ്റ്റോപ്പർ ഫിറ്റ് ചെയ്യുക, മുകളിലത്തെ നട്ട് ടൈറ്റ് ചെയ്യുക, സ്റ്റോപ്പർ ഇതിനുള്ളിലായിട്ട് കറക്റ്റായിട്ട് കയറ്റി വെക്കും. ഓക്കെ, ഇങ്ങനെയാണ് ഷോക്ക് ഫിറ്റ് ചെയ്യുന്നത്. ഇനി നമുക്കിത് വണ്ടിയിൽ ഇൻസ്റ്റാൾ ചെയ്ത് തരണം മാത്രം മതി. ഓക്കെ,
അപ്പോൾ ഇനി നമുക്കിതിൻ്റെ നട്ട് ഫുൾ ടൈറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. നട്ട് ഫുൾ ടൈറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് വണ്ടിയിൽ ഇൻസ്റ്റാൾ ചെയ്യാം. ഓക്കെ നമ്മൾ ഇപ്പോൾ ഫിറ്റ് ചെയ്യാനായിട്ട് ജസ്റ്റ് ഷോക്ക് കയറ്റി വെക്കുക. അവിടെ വരുന്ന 2 ബോൾട്ട് ഫിറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ സൈഡിൽ നിന്ന് വരുന്ന ബോൾട്ട് ഫിറ്റ് ചെയ്യുക. നമ്മളിപ്പോൾ മുകളിലത്തെ 2 ബോൾട്ടും കയറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഫുൾ ടൈറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ഇനി താഴെ ബോൾട്ട് ഇടാനായിട്ട് ജാക്ക് ശകലം ഒന്ന് ഇറക്കിയിട്ട് ജസ്റ്റ് ജാക്ക് ലോഡ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് സിമ്പിളായിട്ട് താഴത്തെ ബോൾട്ടും നമുക്ക് ഫിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഹോള് ജാക്കിൽ തന്നെ കറക്റ്റ് ചെയ്ത് വെക്കുക. ഓക്കെ, നമ്മളിപ്പോൾ താഴത്തെ ബോൾട്ട് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഇത് വോക്സ്വാഗൻ്റെ വെൻറ്റോ ആണ്. ഇതിൻ്റെ കംപ്ലൈൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹമ്പൊക്കെ ചാടി ഇറങ്ങുന്ന സമയത്ത് ബാക്കിൽ ഒരു മുഴക്കം സൗണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഷോക്ക് ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഷോക്ക് പോയതാണ്. അപ്പോൾ നമ്മൾ ഷോക്ക് അഴിച്ചു മാറിയിട്ട് പുതിയ ഷോക്ക് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വോക്സ്വാഗൻ വെൻറ്റോയുടെ ഷോക്ക് എങ്ങനെയാണ് മാറുന്നതെന്നാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കിയത്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.